അസ്സലാമു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. ബുധനാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. രാവിലെ മക്കളെ വിളിച്ചുണർത്തുന്ന കാര്യം വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ്. 5 മണിക്ക് എണിക്കണമെങ്കിൽ 4:30 വിളിക്കണം, അതുപോലെയാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 5:30 ആകുമ്പോഴേക്കും ഇവരെ ഉണർത്തും. 6 മണിയാകുമ്പോഴേക്കും മദ്രസയിലൊക്കെ പോകണ്ട. അപ്പോൾ 5:30 ഇവരെ എണീറ്റാലേ 6 മണിയാകുമ്പോഴേക്കൊക്കെ റെഡി ആവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരിനായിട്ട് മെല്ലെ മെല്ലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ തുടർച്ച നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും അതുപോലെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇന്ന് രാവിലെ ഗോതമ്പ് പുട്ടാണ്. അതുപോലെ തന്നെ പുട്ടുണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മത്തിക്കറിയും വെച്ചു. അപ്പോൾ മത്തിയൊക്കെ തലേ ദിവസം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു ഫ്രിഡ്ജിലൊക്കെ. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് മത്തിക്കറിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് മുരിങ്ങയും കൂടെ ഉണ്ട്, അതും കൂടെ ഒരു ഉപ്പേരി പോലെ ആക്കിയെടുക്കണം. അപ്പോൾ 2 ദിവസമായി മുരിങ്ങ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അപ്പോൾ അതങ്ങോട്ട് എടുത്ത് അതിൻ്റെ കോഞ്ചിലൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു മേശപ്പുറത്തിട്ടിട്ട് പതുക്കെ ഇങ്ങനെ നീക്കി പഴുത്ത ഇലയും കോഞ്ചിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുരിങ്ങ ഉപ്പ് വെള്ളം പോലെ വെക്കാനൊന്നുമില്ല, തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് ഇങ്ങനെ ഒരു ഉപ്പേരി പോലെ അങ്ങോട്ട് താളിച്ചിട്ട് എടുക്കാനാണ്. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. അങ്ങനെ മുരിങ്ങയൊക്കെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് തുണി കഴുകലും അടിച്ചോരലും തുടയ്ക്കലും അങ്ങനെയുള്ള ചെറിയ ഓരോ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. 9:30 ആകുമ്പോഴേക്കും നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ. പിന്നെ അയാൻകുട്ടിനെ കുളിപ്പിക്കണം, അവനക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം, അങ്ങനെയുള്ള ഓരോ തിരക്കിട്ടൊരു ജോലിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തോട്ടത്തിലൊക്കെ എത്തി. എന്ത് അടിച്ചു? കൊതു അടിച്ചാ? ഇവിടെയൊക്കെ കൊതു കടിച്ചാ? അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവൻ കൊതു കടിക്കണു എന്നൊക്കെ പറയാനിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഷെഡുണ്ട്, അതിൽ ഞാൻ ഇരുത്തിയിരിക്കുകയാണ്. ഇന്ന് തോട്ടത്തിൽ പൊന്ത വെട്ടാനൊക്കെ 2 പേര് വന്നിട്ടുണ്ട്. അവർ പുല്ലൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. പൊന്താന്ന് പറഞ്ഞാൽ പുല്ലാണ്, ചിലവർ കാട് വെട്ടുക അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടെ ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് 2 പേര് വന്നിട്ട് ഇവിടെ പൊന്തയൊക്കെ വെട്ടുന്നുണ്ട്. ഇനി തോട്ടത്തിൽ ഓടിക്കളിച്ച് നടക്കാട്ടോ നമുക്ക്. ഇത്രയും ദിവസം തോട്ടത്തിലൂടെ നടക്കുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നല്ലപോലെ പൊന്ത നിറഞ്ഞിട്ടും പയറുവള്ളികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഴാനൊക്കെ പോകും നമ്മൾ നടക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇനി ആ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അയാൻകുട്ടിക്ക് കുറച്ച് കൊതുകടി കൊള്ളണം. എന്നാലും ഒഡോമോസൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊതുക് തിരിയും കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞത് വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് മക്കൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തിളച്ച വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെള്ളം ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഞാനിപ്പോൾ അതൊരു പൂവടയാണ് കേട്ടോ അതിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ വാഴയിലേൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വാഴയില ഇല്ലെങ്കിലും ഇതുപോലെ അടൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പൂവടയാണ് റെഡിയാക്കി എടുക്കുന്നത്. പൊരിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ പുരട്ടി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത് അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിപ്പ പാത്രത്തിലൊരു തുണി വെച്ചിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ചപ്പോൾ എനിക്കൊരു 3 അടിയെ അതിൽ വെക്കാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ അരിപ്പ പാത്രം മാറ്റി, എന്നിട്ട് ആ സ്റ്റീലിൻ്റെ വട്ടച്ചെമ്പിൽ ഒരു നല്ലൊരു വൃത്തിയുള്ള തുണി അങ്ങോട്ട് നല്ല ടൈറ്റിൽ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ തുണി വെക്കുന്ന ഉപകാരം എന്ന് വെച്ചാൽ തുണി വെച്ചിട്ട് നമ്മൾ ഈ അടയൊക്കെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഒട്ടും ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അല്ലെങ്കിൽ വാഴയിലയാണെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ വാഴയിലയൊക്കെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ തുണി വെച്ചിട്ട് ചെയ്തത്. അപ്പോഴേക്കും നമുക്ക് തേങ്ങൻ്റെ മിക്സ് ഒന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 2 കൂടി ലാസ്റ്റ് ഉണ്ടാക്കണതിന് തേങ്ങില്ല. ഞാനപ്പോൾ അതിൽ കുറച്ച് അവിലെടുത്തിട്ട് പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, തേങ്ങയൊന്നും അധികം കിട്ടാനൊന്നും വഴിയില്ല. അപ്പോൾ ഉള്ള കുറച്ച് തേങ്ങ കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ലാസ്റ്റ് 2 വന്നപ്പോൾ തേങ്ങയില്ലാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് അവിലെടുത്ത് അതിൽ ലേശം പഞ്ചസാരയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഞാൻ വെച്ചെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ഇനിയിപ്പോൾ അടയുണ്ടാക്കാൻ വാഴയില ഇല്ലെങ്കിൽ ഇതുപോലെ പൂവട പോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഹെൽത്തി ഫുഡും ഭക്ഷണവും കൂടിയാണല്ലോ. അതായത് നമ്മൾ എണ്ണയിലൊന്നും പൊരിച്ച് കോരുന്നില്ല, ആവിയിൽ പുഴുങ്ങിയെടുക്കണതല്ലേ. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ബലം വെക്കട്ടെ. നമുക്ക് ചൂട്ടോടെ എടുക്കുമ്പോൾ ഒരു കുഴഞ്ഞ പോലെ തോന്നും. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അങ്ങനെ ആദ്യം ഒരെണ്ണം ഞാനും അയ്യാൻകുട്ടിയും കൂടെ ടേസ്റ്റ് നോക്കുകയാണ്. ഈ സമയം മക്കളൊന്നും സ്കൂൾ വിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു കുറച്ചൊന്ന് കടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അയ്യാൻകുട്ടിക്ക് കൊടുത്തു. അവ ഒരെണ്ണമൊക്കെ തന്നെ കഴിച്ചുള്ളൂ. കുട്ടികളാകുമ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പിന്നെ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടാണ് കേട്ടോ ബാക്കിയൊക്കെ കഴിക്കാനിരുന്നത്. ഞാൻ അങ്ങനെ കാണാൻ ഭംഗിക്ക് വേണ്ടി ഒരു പ്ലേറ്റിലെല്ലാം ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മക്കൾ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാലെടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇനി അവരൊക്കെ വന്ന് അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഒരു 10 മിനിറ്റ് കിടക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ആദിലെത്തിയിട്ട്, അപ്പോൾ ആദിലാണ് ആദ്യം വരിക, അതിന് ശേഷമാണ് മോള് വരിക. അപ്പോഴേക്കും ഈ സമയം ഞാൻ ചായയും വേഗം ഇട്ട് വെച്ചു കേട്ടോ. അയ്യാൻകുട്ടിക്കും ആദിലിനും പൊടിയൊന്നും ഇല്ലാതെ കുറച്ച് പാൽ ചായയും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചായയും. പിന്നെ ആദിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവനോട് വായോ വന്ന് ചായ കുടിക്കുക പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല കേട്ടോ. അവനും ആയാൻകുട്ടിയും പൊരിഞ്ഞ കളിയിലാണ്. എനിക്കാണെങ്കിൽ ചായ വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചൂട്ടോടെ ആ ചായ അങ്ങോട്ട് കുടിക്കണം കേട്ടോ. പിന്നെ ചൂടാക്കി കുടിക്കുക പറഞ്ഞാൽ അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അധികം ചൂട്ടോടെ തന്നെ വെച്ച ഉടനെ തന്നെ ഞാൻ ചായ കുടിക്കാൻ നോക്കും. അപ്പോൾ അവരെ വിളിച്ച് മതിയായപ്പോൾ അവർ വരുന്നേ ഇല്ല കേട്ടോ. ഞാൻ വിളിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഞാൻ പിന്നെ ഒട്ടും വൈകിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വേഗം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഇതുപോലെ തന്നെ ഉണ്ടാവണം കേട്ടോ.